അർജന്റീന ടീമുമായുള്ള മത്സരത്തിന് സ്പോൺസർമാരെ ചുമതലപ്പെടുത്തിയതിൽ സർക്കാരിന്റെ വീഴ്ചയിൽ കൂടുതൽ തെളിവുകൾ. കളങ്കിത പശ്ചാത്തലം അറിഞ്ഞിട്ടും മുട്ടിൽ മരമുറി കേസ് പ്രതി ആന്റോ അഗസ്റ്റിന്റെ മീഡിയ കമ്പനിയെ സ്പോൺസർമാർ ആക്കിയതിലാണ് ദുരൂഹത. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് വ്യക്തിഗത വെരിഫിക്കേഷനും തേടാതെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് എല്ലാ അനുമതികളും കരാറും നൽകിയത്. ടെൻഡറുകളില്ലാതെയാണ് അർജന്റീന ടീമുമായുള്ള മത്സരത്തിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സർക്കാർ തിരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര മത്സരത്തിനുള്ള അനുമതികളില്ലാതെയാണ് സ്പോൺസർമാരെ ചുമതലകൾ ഏൽപ്പിച്ചതും. മുട്ടിൽ മരമുറി കേസിലെ മുഖ്യപ്രതിയാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ എന്നറിഞ്ഞിട്ടും അർജന്റീന ടീം സൗഹൃദ മത്സരത്തിനെത്തുമെന്നും ലയണൽ മെസ്സിയെ കൊണ്ടുവരുമെന്നെല്ലാമുള്ള സ്പോൺസറുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോയതും സംശയാസ്പദമാണ്. കോടികളുടെ ഇടപാടുകൾ നടക്കുന്നതാണെന്നും പാകപ്പിഴകൾ ഉണ്ടായാൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്നറിഞ്ഞിട്ടും നടപടിക്രമമെന്ന നിലയിൽ പോലും സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് വ്യക്തിഗത വെരിഫിക്കേഷനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെക്കുറിച്ചുള്ള വെരിഫിക്കേഷനും നടത്തിയിട്ടില്ല. സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി കൊടുത്തതായാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പണമിടപാടുകൾക്ക് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജനം, കൊച്ചി.